അങ്ങനെ മനീഷ KS ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ തവണത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്തരം ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് നിങ്ങൾക്ക് രസകരമായ ഒരു വീഡിയോ ആണ് ഇടുന്നത്. മറ്റൊന്നുമല്ല, ഡബ്ബിങ് എങ്ങനെയാണെന്നുള്ളത്. ഈ ഗ്രേസമ്മ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ വോയിസ് എൻ്റെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഞാൻ തന്നെയാണ് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് മഴതോരും മുൻപേ എന്ന സീരിയലിലെ ഗ്രേസമ്മ എന്ന കഥാപാത്രത്തിൻ്റെ വോയിസ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഡബ്ബിങ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കാണാം. ആരൊക്കെയാണ് അവിടെ ഉണ്ടാവുക, എങ്ങനെയാണ് അവിടുത്തെ ആ ഒരു ചുറ്റുപാട് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങളും കൂടെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് കൂടി ഒന്ന് ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ നമുക്ക് പോവാം. മക്കളെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മക്കളെ, നമ്മളങ്ങനെ സ്റ്റുഡിയോയിലെത്തി. നമ്മുടെ എറണാകുളത്തുള്ള മോറിസ് സ്റ്റുഡിയോയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് മഴതോരും മുൻപേ കുറേ പേരുടെയൊക്കെ ഡബ്ബിങ്ങും അതുപോലെ തന്നെ എഡിറ്റിങ്ങും ഒക്കെ നടക്കുന്നത്. ഞാനിവിടെയാണ് ഡബ് ചെയ്യാറ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. അവിടെ അവരെന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മുടെ മാമച്ചായൻ അവിടെ ഡബ്ബിങ് ഇങ്ങനെ ഏകദേശം തീർത്തുകൊണ്ടിരിക്കുകയാണ്. പോയി നോക്കാം കേട്ടോ. ഇരുട്ടത്ത് എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ ഇതാണ് സ്റ്റുഡിയോ. മാമച്ചായൻ ഇവിടെ അങ്ങനെ ഡബ്ബിങ്ങിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാമച്ചായ ഇതല്ല മറ്റേ അവളോട് സംസാരിക്കുന്നു. അത് സേഫാണ്. അത് നേരത്തെ അടുത്ത് വെച്ച് തിങ്കി വെച്ചിരിക്കല്ലേ. അപ്പൊ എനിക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമുണ്ട്. മാമച്ചായന്റെ ഡബ്ബിങ് കഴിഞ്ഞിട്ട് എന്റെ തുടങ്ങാം. മാമച്ചായൻ ജോലിക്ക് കയറിയപ്പോഴേക്കും റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങി. ഇതാണ് ഷൂട്ടിന്റെ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കീരി ബാബുവാണ്. അല്ലാട്ടാ വിശേഷം. ഇവളുണ്ടല്ല ഷൂട്ടിന്റെ സമയത്ത് എന്നെ ഒരിത് ആസാക്കണ ഇത്ര സംസാരം. ഞാൻ തമാശ ഒക്കെ പറഞ്ഞ ചളിയാണെന്ന് പറയും. ചളി പറഞ്ഞ പിന്നെ ചളി എന്നല്ലേ പറയണ്ട. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് തമാശയാണ്. നിനക്ക് സ്റ്റാൻഡേർഡില്ലാത്ത എന്റെ പൊന്നു മക്കളെ, ഭൂരോഗ ചളിയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരും. എന്നിട്ട് ഞങ്ങൾ ചിരിച്ചോടന്ന്. അത് എവിടുത്തെ ന്യായത് ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് തമാശ ആസ്വദിക്കാനുള്ള കഴിവില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഉണ്ടല്ലോ, ഒരു കാര്യം പറയാം സാജു, ഈ മഴതോരും മുൻപേ കാണുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ രണ്ടുപേരും ജോഡികളെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ക്രെഡിറ്റ് ജെറിക്കാണ് പോണ്ടത് അല്ലേ? ആ ഒരു സെലക്ഷൻ ജെറിയാണ് ചെയ്തത്. ഞാനും ഞെട്ടിപ്പോയിട്ടാ സാജു. ഞാന് പണ്ട് ദുബായില് മാധുവിന്റെ കൂടെ ഒരു പ്രോഗ്രാമിന്, മാധു ഒക്കെ ഉണ്ട് പ്രോഗ്രാം വന്നപ്പോ വലിയ ജാടയിൽ ഒരാള് ഒരു വാനിറ്റി ബാഗൊക്കെ ആയിട്ട് നമ്മോട് വന്നേക്കാം. ഞാൻ മനീഷ, ഇവിടെ ഏഷ്യാനെറ്റ് റേഡിയോയിൽ വർക്ക് ചെയ്യുന്നു. മറ്റേ വലിയ പാട്ടുകാരി. എന്റെ ദൈവമേ, ഏഷ്യാനെറ്റ് റേഡിയോയിലാണ് വർക്ക് ചെയ്തെന്നുള്ളത് അപ്പൊ തീരുമാനമായി. സമാധാനം. പാട്ടുകാരിയൊക്കെ ആയി. അത് കഴിഞ്ഞ് പാട്ടൊക്കെ പാടി സ്റ്റേജിൽ നല്ല അടിപൊളി പാട്ടൊക്കെ പാടി നമ്മൾ പോന്നു. പിന്നെ കാണുന്നത് കുറച്ചാൾ കഴിഞ്ഞ് ഇപ്പൊ തട്ടിമുട്ടിയിൽ കോമഡി ചെയ്യാൻ വന്നേക്കണം. അതിനു മുന്നേ ഞാൻ മറ്റേ സിനിമ ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇവള് പാട്ടൊക്കെ നിർത്തിയോ, കോമഡിയാണല്ലോ, ഞങ്ങൾക്കിട്ട് പാരപടി തുടങ്ങിയത്. പിന്നെ ഞാൻ ഏഷ്യാനെറ്റില് അല്ല ഈ മഴതോരും മുമ്പേ അഭിനയിക്കാൻ ചെന്നപ്പോഴാണ് ദേ നിൽക്കുന്ന അവതാരം മനീഷ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ജെറി പറഞ്ഞു ഇതിന്റെ കൂടെ അഭിനയിക്കണ്ടേന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. എന്റെ ദൈവമേ, ഇതിന്റെ കൂടെയോ? എന്നെ പുലിയുടെ മുമ്പിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ സാജു ഭയങ്കര അഭിപ്രായമായിട്ട് എല്ലാ ആൾക്കാർക്കും ഭയങ്കര രസമായിട്ട് അഭിപ്രായമുണ്ട്. അതെന്തുട്ടാ മോശമാണെന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ മോശമല്ലേ എന്നൊരു അഭിപ്രായം. മോശമാണോ എന്ന് പറഞ്ഞൊരു അഭിപ്രായമുണ്ട്. ഇത്ര നല്ല ചളിയൊക്കെ പറഞ്ഞിട്ട് അല്ല, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. വിവേക് കൂടെ വന്നാൽ നീ വിവേകയുടെ ഇതിന്റെയൊക്കെ നമ്മുടെ എഡിറ്റർ, വിവേനെ കണ്ട ചേട്ടനെ പോലെ ഉണ്ട്. പിന്നെ പുരുഷ അനുഗ്രഹിക്കണം. ജോൺ ബി, അപ്പൊ നമ്മുടെ റെക്കോർഡിസ്റ്റ് ജോൺ ബി ആണ്.
ജോൺവി ഭയങ്കര ഫാസ്റ്റ് ആണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, എന്ത് പെട്ടെന്ന് നമുക്ക് ഡബ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. ഒരു മൂളല് പോലും ടപ്പെന്ന് നമ്മൾ അറിയാണ്ടങ്ങ് എടുക്കും. അതാണ് ജോൺവി അല്ലേ. അപ്പൊ ഞാൻ ഡബ് ചെയ്തിട്ട് വാലിച്ചങ്ങനെ ഇട്ടോളൂ, അത്രേ ഉള്ളൂ. അപ്പോഴേ ഈ ബോക്സിൻ്റെ ഉള്ളിലിരുന്നാണ് ഞങ്ങൾ ഇത്രയും വലിയ ഘനഗംഭീരമായ വാചകങ്ങളൊക്കെ ഡബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു. ബായിന് നമുക്കേ ഇവരെയൊക്കെ കൂട്ടി ഒന്ന് ചായ കുടിക്കാം. ചായ കുടിക്കാൻ പോടേ പോടേ. ചേച്ചി വിളിച്ചിട്ട് ചായ കുടിക്കാൻ പോയിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ചങ്കാണ്. ഫ്രൈഡേ മൂവീസിന്റെ ഓളിനോളാണ്. നമ്മൾ ജനമൈത്രിയിലാണ് അല്ലേ അവസാനമായിട്ട് കണ്ട് പിരിഞ്ഞത്. പിന്നെ തൃശ്ശൂർ പൂരം അത് കഴിഞ്ഞിട്ട് ചെയ്തായിരുന്നു. പിന്നെ ഫ്രൈഡേ മൂവീസിന്റെ വളരെ അടുത്ത ഒരാളും കൂടിയാണ് വിജയ് ബാബു ഒക്കെ. നമ്മുടെ ഒന്നിച്ച് ഞങ്ങൾ ഏഷ്യാനെറ്റിൽ കുറെ കാലം വർക്ക് ചെയ്തത്. എല്ലാം നമ്മൾ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അടിപൊളി. എന്തായാലും ഇവിടെ വെച്ച് അങ്ങനെ കാണാൻ പറ്റി. നമുക്ക് കഥ പറയാം. തീർച്ചയായിട്ടും. പിന്നെ ഒരു സർപ്രൈസ് വ്യക്തി ഒരാളുണ്ട്. ആരാന്ന് കാണിച്ചു തരാം. ഇതാരാ നോക്ക്. എന്നെ മെരുക്കിയെടുത്ത ഒരു സംവിധായകൻ എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, സീരിയസ്ലി. കാരണം എന്താ വെച്ചാൽ സാറിന്റെ വർക്കിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യം തരുന്ന ഒരു സംവിധായകനാണ്. അത് എല്ലാ ആർട്ടിസ്റ്റുകളും ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഭയങ്കര പൂക്കാലപരമായി നമ്മള് അല്ല മധുരനൊമ്പരക്കാറ്റ് പൂക്കാലപരമായും അതെ മധുരനൊമ്പരക്കാറ്റും പൂക്കാലപരമായൊക്കെ എന്ത് ഭയങ്കര രസകരം. പ്രത്യേകിച്ച് മധുരനൊമ്പരക്കാറ്റ് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഡബിങ്ങിന് വന്നപ്പോഴാണ് സാറിനെ ഇവിടെ വെച്ച് അവിചാരിതമായിട്ട് കണ്ടത്. ഭയങ്കര സന്തോഷം എനിക്ക്. ഒത്തിരി ഞങ്ങളുടെ ഷൂട്ടാണ്. ഞാനിവിടെ നമ്മുടെ മഴത്തോരും എന്തായാലും സാറേ അടിപൊളി. സാറിൻ്റെ ഒരു ഏറ്റവും വലിയ എൻ്റെ ഒരു ഭയങ്കര ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഏത് പ്രൊജക്റ്റിലും സാറ് എന്നെ വിളിച്ച് ചോദിക്കും, നീ ഫ്രീ ആണോ? പലപ്പോഴും വരാൻ പറ്റാറില്ല, പലപ്പോഴും സമയം അല്ല. അത് നല്ല കാര്യമാണല്ലേ. കാരണം വെച്ചാൽ നിങ്ങളുടെയൊക്കെ ആ എന്താ പറയുക ആ ഒരു ഡയറക്ഷനിൽ നമ്മളൊക്കെ നല്ല രീതിയിൽ പോകുന്നു പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അതൊരു ഭയങ്കര സന്തോഷമാണ്. ഇപ്പം സാറിൻ്റെ കീഴിൽ എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട സീരിയലിലുള്ള എല്ലാ ആക്ടേഴ്സും അഭിനയിച്ച് അതെ. അത് മാത്രമല്ല, സാറിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ സാറിൻ്റെ കീഴിൽ വർക്ക് ചെയ്ത് തരുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അദ്ദേഹം പോകുന്ന എല്ലാ സീരിയലിലും എന്തെങ്കിലും ഒരു നല്ലൊരു വേഷം കൊടുക്കാറില്ല. ഞാനിപ്പോൾ ഒത്തിരി സ്വപ്നങ്ങളിൽ വന്നപ്പോഴും നമ്മൾ വന്ന പല ആൾക്കാരെ നമ്മൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയത്. അപ്പം ആ ഒരു എല്ലാവരെയും നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല സാധാരണ. അതിലോട്ടോ അപ്പം എന്തായാലും നമ്മുടെ ചങ്കാണ്, നമ്മുടെ ചങ്ക്. അപ്പം ശരി കാണാം. നല്ല അത്രേ ഉള്ളൂ. എന്തൊരു ഭംഗിയാലേ കാണാൻ. നമ്മൾ ഇക്കല്ലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ബൈപ്പാസ് റോഡിലുള്ള ഇക്കല്ല്. ഇവിടെ KR ബേക്കേഴ്സിൻ്റെ ചായ ഷവർമ കോഫി ടീ സ്റ്റോളുണ്ട്. നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ ചായ. പലതരം ചായകളൊക്കെ കിട്ടും. എന്തായാലും നമുക്ക് ഈ പറഞ്ഞതുപോലെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. അകത്ത് ഞാനും ഇഞ്ചി ചായ. നീ എന്താ ഇവിടെ ഇങ്ങോട്ടാ ഞാൻ കാണിച്ചു തരാം. നിനക്ക് എന്താ വേണ്ടതെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. ആഹാ, അങ്ങനെ പാടില്ലല്ലോ. ക്യാമറമാനോൻ ആരാണെന്നും കൂടെ ഒന്ന് അറിയാം. ഇത് ജോൺ ഹോനായി.
ഇത് സാഗർ അല്ലേ ഷാഗി? രണ്ടിനെയും കണ്ടാ തോന്നും. എന്താണ് വാങ്ങിക്കുന്നത്? എന്തിനു പോകുന്നവരാണ് നീ? എന്താ ഞാനൊരു സാൻഡ്വിച്ച്. ചായ? നോ, ഓൺലി ജ്യൂസ്. ജ്യൂസ് കുമ്മട്ടിക്ക ജ്യൂസ് മമ്മൂട്ടിക്ക ഇഷ്ടപ്പെട്ട ഇഞ്ചി ചതച്ച ചായയോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് KR ബേക്കേഴ്സിൻ്റെ സ്വീറ്റ്സ്. ഭയങ്കര ഇഷ്ടമാണ്. KR ബേക്കേഴ്സിൽ ഒരുവിധപ്പെട്ട നല്ല ഈ പഴംപൊരിയൊക്കെ നല്ല സൂപ്പർ പഴം. നമ്മൾ കഴിഞ്ഞ തവണയാണ് എന്തായിരുന്നു കഴിച്ചായിരുന്നു? നമ്മള് അന്ന് കഴിച്ചത് 3 ജിഞ്ചറിലേക്ക്. ആ കട്ട്ലറ്റൊക്കെ നല്ലതായിരുന്നു. പിന്നെ സുഖിയോ. അതെ സൂപ്പർ. ഇക്കൽ റെസ്റ്റോറൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് റേറ്റ് കൂടുതലാണ്. വെറൈറ്റി ഫുഡുകളാണ്. നല്ല അടിപൊളി ഡിഷസ് ഉണ്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതെ അതെ. പിന്നെ നല്ല അപ്പുറത്തായിരുന്നു. നല്ല സീറ്റ്. കോഫിയൊക്കെ കുടിക്കാൻ അപ്പുറത്ത് ഭയങ്കര ഒന്നും ഓപ്പണും അല്ല, ഗ്ലാസ്സാണ്, ഫുൾ ഗ്ലാസ്. മഴ പെയ്താലും നമുക്ക് മഴ കണ്ടോണ്ടിരുന്ന് ചായ വാ മോനെ വാ. എന്തായിരുന്നു? ഒരു 3 ജിഞ്ചർ ടീ. നിനക്ക് കുമ്മട്ടിക്ക് ആ ജ്യൂസ് എന്തൊക്കെയുള്ള പൈനാപ്പിൾ വിത്തൗട്ട് ഷുഗർ. കഴിക്കാൻ എന്തൊക്കെ ഉള്ളതാ? എന്താ വേണ്ടേ? എനിക്ക് ഷവർമ. എനിക്ക് ലൈറ്റായിട്ട് വല്ല മതി. ഓക്കെ ഓക്കെ. ആ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഞ്ചി ചായ കഴിച്ചില്ലല്ലോ. കുറച്ചുകൂടി ദഹനം. രാത്രി ചോറ് കഴിക്കുള്ള രാത്രി ചോറും കഴിക്കുള്ളതാ. ഞാൻ ഇഞ്ചി ചായ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഇഞ്ചി ചായ കുടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ പഴംപൊരി കംപ്ലീറ്റ് ചെയ്തില്ല. അവിടെ ഇഞ്ചി ചായ പൈനാപ്പിൾ ജ്യൂസ് അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പുറപ്പെട്ടാലോ? സമയം ഏകദേശം ഇരുട്ടി. ഇവന്മാർക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊക്കെ കഴിഞ്ഞു ഇവിടെ. ഞങ്ങൾ വർത്താനം പറഞ്ഞു. ഓ അതെ, നാളത്തെ എപ്പിസോഡ് പോകാനുള്ളതാണ്. അപ്പം വേഗം ഇറങ്ങാം. ഓക്കെ. അപ്പോൾ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു മിനി വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഓരോ സീരിയലിൻ്റെ പിന്നാമ്പുറ കഥകൾ. ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലം ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കാൻ മറക്കരുത്. കമൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാന്യമായ ഭാഷയിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങളെ അറിയിക്കാം. പക്ഷേ അത് മാന്യമായ ഭാഷയിൽ മാത്രമായിരിക്കും. താങ്ക് യു.